ഒരു മിനിറ്റ് ശ്രീ, ഒരു മിനിറ്റ്. നമസ്കാരം. മാധ്യമപ്രവർത്തകരുടെ ഉറച്ച നിലപാടിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ശ്രീറാം വെങ്കിട്ടരാമൻ ഇറങ്ങി ഓടി എന്ന തരത്തിൽ മാധ്യമങ്ങൾ ഇന്നലെ ആഘോഷിച്ച ഒരു വാർത്തയെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. ശ്രീറാം വെങ്കിട്ടരാമൻ IAS നമുക്കറിയാം, ദേവികുളം മുൻ സബ് കളക്ടർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു നരഹത്യാ കേസുണ്ട്. അതിന്റെ വിചാരണ തുടങ്ങിയിട്ടില്ല. ഒരു മാധ്യമ പ്രവർത്തകനായ സിറാജ് ദിനപത്രത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ആയിരുന്ന KM ബഷീർ എന്ന മാധ്യമ പ്രവർത്തകനെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി തന്നെയാണ് ഈ ശ്രീറാം വെങ്കിട്ടരാമൻ. ആ കേസിന്റെ വിചാരണ ഓഗസ്റ്റ് 1 ആരംഭിക്കുകയുള്ളൂ. ഇത്രയും വർഷമായി, 2019 ആ സംഭവം നടന്നത്. എങ്കിലും വിചാരണ ആരംഭിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹം നിലവിൽ കൃഷി വകുപ്പ് ഡയറക്ടറാണ്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇന്നലെ കൃഷി വകുപ്പ് മന്ത്രിയുടെ ഒപ്പം കൃഷി വകുപ്പ് ഡയറക്ടർ അവർ കുറച്ച് കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരുമായി പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് വന്നത്. എന്തെങ്കിലും സംശയ നിവാരണം നടത്താനുണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് കൃഷി വകുപ്പ് ഡയറക്ടറെയും ഒപ്പം കൂട്ടിയത്. പക്ഷേ ഒരാളുടെ മാധ്യമപ്രവർത്തകന്റെ കൊലയാളിയെ ഇങ്ങനെ ഒപ്പം വരുത്തി സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വാർത്താ സമ്മേളനം ബഹിഷ്കരിക്കാൻ തുടങ്ങുകയായിരുന്നു മാധ്യമപ്രവർത്തകർ. ശ്രീറാം വെങ്കിട്ടരാമൻ ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന ഒരു നിലപാട് അവരെടുത്തു. ഒരു മിനിറ്റ്, ഇതൊന്ന് സബ്ജക്റ്റ് ഒന്ന് പൂർത്തീകരിക്കട്ടെ. പക്ഷേ ആ നിലപാടിന് ഒരു ഉറപ്പ് വരണമായിരുന്നെങ്കിൽ എല്ലാ സമയത്തും ഈ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കണമായിരുന്നു. ഈ ഒരു നിലപാട് എല്ലാ കാര്യത്തിലും അവർ സ്വീകരിക്കണമായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കി ആട്ടിപ്പായിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയുടെ കീഴെ ചെന്നിരുന്ന് പറയുന്നതെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങി തിരിച്ചൊരു വാക്കുപോലും ഉരിയാടാതെ പോയിട്ടുള്ള 10 വർഷം പോയിട്ടുള്ള മാധ്യമപ്രവർത്തകരാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം, കടക്ക് പുറത്തെന്ന് പറഞ്ഞിട്ടുള്ളതും മാറി നിൽക്കങ്ങോട്ടെന്ന് പറഞ്ഞിട്ടുള്ളതും, നിങ്ങൾക്ക് പത്രപ്രവർത്തനം എന്താണെന്ന് അറിയാമോ, നിങ്ങളൊക്കെ എവിടുത്തെ മാധ്യമപ്രവർത്തകരാണ് എന്ന് ചോദിച്ചിട്ടുള്ളതും പിണറായി വിജയനാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെ മുന്നിൽ തല കുമ്പിട്ട് നിന്നിട്ടുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ ഇവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, നീയൊക്കെ ഇറച്ചിക്കടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന പട്ടികളാണെന്ന്. അവരുടെ വാർത്താ സമ്മേളനങ്ങളും ഇവരാരും ബഹിഷ്കരിച്ചിട്ടില്ല. ഇത് കൂടാതെ ഇനിയും സംഭവങ്ങളുണ്ട്. PP ദിവ്യയെ നമുക്കറിയാം. PP ദിവ്യയെ എങ്ങനെയാണ് കൂടുതൽ നമ്മൾ അറിയുന്നത്? നവീൻ ബാബുവിൻ്റെ മരണത്തിലൂടെ തന്നെയാണ്. നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണക്കാരിയായ ഒന്നാമത്തെ ആൾ PP ദിവ്യ തന്നെയാണ്. ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. ഈ PP ദിവ്യ ജയിൽ മോചിതയായ ശേഷം, ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം പുറകെ നടന്ന് ഇന്റർവ്യൂ എടുത്ത, പുറകെ നടന്ന് ബൈറ്റിന് തേടിയ, ഇപ്പോഴും അവർ ഓരോ ഇടത്ത് പരിപാടി നടത്തുമ്പോൾ അതിന് ചെന്ന് ക്യാമറയും ഓൺ ചെയ്ത് നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ ഇവിടെയുണ്ട്. ഒരാളുടെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ആ ഒരു സംഭവത്തിൽ തന്നെ ഒരു ജില്ലാ കളക്ടർ ഉൾപ്പെടുന്നുണ്ട്. കണ്ണൂർ ജില്ലാ കളക്ടർ, അദ്ദേഹം മിണ്ടാതിരുന്ന് ചിരിച്ചുകൊണ്ട് ഒരാളുടെ മരണത്തിന് വഴിവെച്ചു. PP ദിവ്യ അത്രയും വലിയ ഷോ നടത്തിയപ്പോൾ മിണ്ടാതിരുന്ന് ചിരിച്ചു കൊടുത്ത് പെർമിഷൻ കൊടുത്ത ആളാണ് ആ കളക്ടർ. അദ്ദേഹത്തിന്റെ പുറകെ വാലാട്ടിക്കൊണ്ട് എന്തെങ്കിലും ഒരു ബൈറ്റിന് വേണ്ടി ചെല്ലുന്ന മാധ്യമപ്രവർത്തകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളൊന്നും ഇവർ ആരും ബഹിഷ്കരിക്കുന്നത് കണ്ടിട്ടില്ല. ഇപ്പോൾ തന്നെ ഇപ്പോഴത്തെ കൃഷി വകുപ്പ് മന്ത്രി T സിദ്ദിഖാണ് ഇദ്ദേഹത്തിനെ ഒപ്പം വരുത്തി വാർത്താ സമ്മേളനം തുടങ്ങാൻ പോയത്. മുൻ കൃഷി വകുപ്പ് മന്ത്രിയായിട്ടുള്ള P പ്രസാദിനൊപ്പം ഇരുന്ന് ഇതേ ശ്രീറാം വെങ്കിട്ടരാമൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും മാധ്യമപ്രവർത്തകർക്ക് നാവ് പൊങ്ങിയിട്ടില്ല. അപ്പോൾ നിലപാട് എന്നത് എന്നത്തേക്കും ഒരുപോലെ ആയിരിക്കാനുള്ളതാണ്. ഒരഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നതിനെയാണ് നിലപാടെന്ന് പറയുന്നത്. അല്ലാതെ ഓരോരുത്തരുടെ അടുത്തും ഓരോ ഇടങ്ങളിലും സാഹചര്യത്തിനനുസരിച്ച് വരുന്ന അഭിപ്രായത്തെ നിലപാട് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ ഒരാളുടെ, പ്രത്യേകിച്ച് ഒരു മാധ്യമ പ്രവർത്തകന്റെ കൊലയാളിയായിട്ടുള്ള ആള് ഇരുന്നാൽ ഞങ്ങൾ അവിടെ ഇരിക്കില്ല എന്ന് പറയുന്നതൊക്കെ കൊള്ളാം, നല്ലത് തന്നെ. അത് ഹീറോയിസം തന്നെയാണ്, അത് മരണമാസ് തന്നെയാണ്, അതൊരു പ്രതിഷേധം തന്നെയാണ്, സമ്മതിക്കാം. പക്ഷെ അത് എല്ലായിടത്തും എന്തുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല? ഇതിപ്പോ പൊതുജനങ്ങൾക്ക് അടിയന്തരമായിട്ടുള്ള ഒരു സേവനം ചെയ്യേണ്ട വകുപ്പിൽ, കൃഷി വകുപ്പിലെ ഡയറക്ടറായിട്ടാണ് അദ്ദേഹത്തിന് ചുമതല കൊടുത്തിരിക്കുന്നത്. അയാൾ നരഹത്യ കേസിലെ ഒന്നാം പ്രതിയൊക്കെ തന്നെയാണ്. വിചാരണ തുടങ്ങിയിട്ടില്ല. കോടതി ഇതുവരെ തീരുമാനത്തിലൊന്നും എത്തിയിട്ടില്ല. എല്ലാ സംശയങ്ങളും പ്രഥമ ദൃഷ്ട്യാ ഇയാളുടെ മേലാണ് പതിക്കുന്നതെന്നിരുന്നാലും ഇയാൾ തന്നെയാണ് കുറ്റവാളി എന്ന് നമ്മൾ ഉറപ്പിച്ചു പറഞ്ഞാൽ പോലും നിലവിൽ ഇയാൾക്ക് ഒരു സ്ഥാനമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇയാളെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത്. നിലവിൽ അയാൾ കൃഷി വകുപ്പ് ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ അയാളിൽ നിന്ന് കർഷകർക്ക് അറിയാനുണ്ട്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് അറിയാനുണ്ട്, ആവശ്യക്കാർ എത്ര പേരുണ്ട്, അദ്ദേഹത്തിന്റെ സേവനം ആവശ്യമുള്ള എത്ര പേരുണ്ട്.
അല്ലെങ്കിൽ നിങ്ങൾ പ്രതിഷേധിക്കേണ്ടതും ബഹളം വയ്ക്കേണ്ടതും ആ സ്ഥാനത്ത് നിന്ന് പുള്ളിയെ മാറ്റുക എന്നുള്ളതിനായിരിക്കണം. ആ സ്ഥാനത്തിരിക്കലെ വന്ന് നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അത് കേൾക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിനെ ചോദ്യം ചെയ്യുന്നത് ഒരു ഉറച്ച നിലപാടാണ് എന്നൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊന്ന് പൂർത്തീകരിച്ചോട്ടെ. ഇതൊന്ന് പൂർത്തീകരിച്ചോട്ടെ. സബ്ജക്ട് പൂർത്തീകരിച്ചു. ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് വന്നപ്പോഴും പലയിടങ്ങളിലും മൗനം പാലിച്ചു വലിയ തെറ്റ് ചെയ്ത ആളുകൾ തന്നെയാണ് മാധ്യമപ്രവർത്തകർ. അങ്ങനെ തന്നെയാണ് മാധ്യമപ്രവർത്തകർ അവരുടെ വില ഇല്ലാതാക്കിയതും മാപ്ര എന്നുള്ള ചുരുക്കപ്പേരിലേക്ക് ഒതുങ്ങിയതും. എല്ലാവരുടെ മുന്നിൽ വെച്ചല്ലേ ഒരു സ്ത്രീയെ പിണറായി വിജയൻ നാണം കെടുത്തിയത്. താങ്കൾ പ്രസംഗിച്ച ആ ഒരു കാഴ്ചവെച്ച നല്ല പ്രസംഗത്തിന് നന്ദി എന്ന് പറഞ്ഞതിന് അമ്മാതിരി കമൻ്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എല്ലാ മാധ്യമപ്രവർത്തകരും വായും പൊളിച്ചു നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് അവിടെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? അതെന്താ CMA അങ്ങനെ പറഞ്ഞത്? അവിടെ എന്ത് തെറ്റാണ് ആ സ്ത്രീ ചെയ്തത്? എന്തിനാണ് ഇങ്ങനെ രോഷാകുലനാകാനും മാത്രം, ഇങ്ങനെ അങ്ങോട്ട് റിയാക്ട് ചെയ്യാനും മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് വായ തുറന്ന് ചോദിക്കാൻ ആരെക്കൊണ്ടെങ്കിലും പറ്റിയോ? ഇത്രയും നടന്ന ഈ 6 മണിക്കാറ്റ് അടിക്കുന്നത് പോലെ 10 വർഷക്കാലം നിരന്തരം നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ, ഏതെങ്കിലും ഒരു വാർത്താ സമ്മേളനത്തിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ട് പിണറായി വിജയൻ ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ അത് ആവർത്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരാത്ത ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ വിളിച്ചാൽ വരില്ല, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും മന്ത്രിമാരുടെ അടുത്ത്? അപ്പോൾ ഇപ്പോൾ പുതിയൊരു സർക്കാർ നിലവിൽ വന്നപ്പോൾ ആ സർക്കാർ കൃത്യമായിട്ടും ജനകീയമായിട്ടും കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്, ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കുന്നുണ്ട്, മാധ്യമ പ്രവർത്തകരെ മാനിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി സമയം നിശ്ചയിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങ് മുതലെടുക്കരുത്. അത് ആ ഒരു കൃഷിവകുപ്പ് മന്ത്രിയെ കൂടി പബ്ലിക്കായിട്ട് അപമാനിക്കുന്ന ഒരു രീതിയായിപ്പോയി. നാണം കെടുത്തൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇതിലൊന്നും പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് ആർക്കും ഒരു പ്രശ്നവും കാണില്ല. കാരണം മന്ത്രിമാരെ നാണം കെടുത്തുക എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ. ആര് എവിടെ സംസാരിക്കുന്നു എന്നതൊന്നും നോക്കണ്ട, നമ്മൾ പാർട്ടി ഒന്നും നോക്കണ്ട. ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാനുള്ള മിനിമം സെൻസ് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഒരു കൊലപാതകയെ ഇരുന്നു കൊണ്ട് ശീതൾ ന്യായീകരിക്കുകയാണോ എന്ന സംശയമൊന്നും ആർക്കും വേണ്ട. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ 90% ഉറപ്പുണ്ട്. ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കുള്ള ശിക്ഷ വിധിക്കേണ്ടത് നമ്മുടെ നീതിപീഠമാണ്. അയാൾ സുപ്രീം കോടതി വരെ പോയിട്ടും അയാൾക്ക് തിരിച്ചടിയാണ് ഏൽക്കേണ്ടി വന്നത്. അതായത് കൃത്യമായിട്ട് തന്നെയാണ് കേസ് അതിൻ്റെ വഴിക്ക് തന്നെയാണ് പോകുന്നത്. അയാൾക്കുള്ള ശിക്ഷ വരുമ്പോൾ വരട്ടെ. പക്ഷേ നമ്മളെ സേവിക്കാൻ വേണ്ടി ഒരു പൊസിഷനിൽ അയാൾ ഇരിക്കുന്നിടത്തോളം കാലം അയാളുടെ സേവനം നാട്ടുകാർക്ക് ആവശ്യമുണ്ട് എന്നിരിക്കെ തന്നെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറയാനിരിക്കെ അത് വേണ്ട എന്ന് വെക്കാൻ മാധ്യമപ്രവർത്തകർക്കാരും അവകാശം കൊടുത്തിട്ടില്ല. ഈ മാധ്യമപ്രവർത്തകരൊക്കെ അവരുടെ ധർമ്മമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൃത്യമായിട്ട് നമ്മുടെ ജോലിയാണോ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ പരിധി ലംഘിക്കുന്നില്ലേ? നമ്മൾ മിണ്ടേണ്ട ഇടങ്ങളിൽ മിണ്ടാതിരിക്കുകയും മിണ്ടാതിരിക്കേണ്ട ഇടങ്ങളിൽ കൂടുതൽ മിണ്ടുകയും ചെയ്യുന്നില്ലേ എന്നൊക്കെ സ്വയം ഒന്ന് ചിന്തിക്കേണ്ട കാലം വളരെയധികം അതിക്രമിച്ചു കഴിഞ്ഞു. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നറിയാൻ എനിക്ക് വലിയ ആകാംക്ഷയുണ്ട്. കാരണം കുറേ അധികം ആളുകൾ ഇപ്പോൾ വന്നിട്ട് പറയും അങ്ങനെ ചെയ്തത് തന്നെയാണ് ശരിയെന്ന്. അങ്ങനെ ചെയ്തത് ശരി എന്ന് പറയുന്നതിനുള്ള കാരണം എന്താണെന്നറിയാനും എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.